Hi friends, welcome back to English Shine Academy. My friends, നമ്മളുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് will എന്ന് പറയുന്ന വേർഡില്ലേ will ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം എന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ മുന്നോടിയായി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു 20 ഫ്രേസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിന്റെ ഒരു ചെറിയ ഭാഗമാണ് അല്ലേ. ഒരു സെന്റൻസിന് ഒരു ചെറിയ ഭാഗത്തെയാണ് നമ്മൾ പറയാ ഫ്രേസ് എന്ന് പറയാം. അപ്പം നമുക്കറിയാം ഫ്രേസിന് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. എന്താ കാരണം വലിയ വലിയ സെന്റൻസുകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വലിയ വലിയ സെന്റൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രേസുകളാണ് യൂസ് ചെയ്യുന്നത്. മൈ ഫ്രണ്ട്സ്, നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ 100 ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നമ്മുടെ ഫ്രേസുകളുടെ ക്ലാസ്സുകൾ ഒന്നുകൂടി കാണുക, നോട്ട്സ് തയ്യാറാക്കുക, അതൊന്ന് വായിക്കുക. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് തോന്നും, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇന്നത്തെ ക്ലാസ്സിലെ ഫ്രേസുകളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഉപയോഗിക്കും, സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കും. ഓക്കെ, സോ ഓരോന്നോരോ തുടങ്ങാം. നമ്മൾ ഒന്നാമത്തെ ഫ്രേസ് ആണ് എന്ത്? ഓൺ മൈ വേ ബാക്ക്. എന്താണ് ഓൺ മൈ വേ ബാക്ക്? ഓൺ മൈ വേ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴിയിൽ, എൻ്റെ മടക്കയാത്രയിൽ എന്നർത്ഥം. ഓക്കെ, നമ്മൾ പറയാറില്ലേ ഞാനത് തിരിച്ചു വാങ്ങിക്കോളാം, ഞാനത് തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കോളാം എന്ന് പറയാറില്ലേ? ഐ വിൽ ബൈ ദാറ്റ് ഓൺ മൈ വേ ബാക്ക്. എന്താണ്? ഐ വിൽ ബൈ ദാറ്റ് ഓൺ മൈ വേ ബാക്ക്. ഇനി രണ്ടാമതാണ് ഓൺ യുവർ വേ ബാക്ക്. എന്താണ് ഓൺ യുവർ വേ ബാക്ക്? നീ തിരിച്ചു വരുന്ന വഴിയിൽ അല്ലേ, നീ എന്തായാലും അവിടെ പോവല്ലേ, നീ തിരിച്ചു വരുമ്പോൾ അത് വാങ്ങിക്കോ, നീ തിരിച്ചു വരുമ്പോൾ അത് വാങ്ങിക്കോ. ബൈ ദാറ്റ് ഓൺ യുവർ വേ ബാക്ക്. എന്താണ്? ബൈ ദാറ്റ് ഓൺ യുവർ വേ ബാക്ക്. ഇനി മൂന്നാമതാണ് ഓൺ ഹീസ് വേ ബാക്ക്. ഓൺ ഹീസ് വേ ബാക്ക് എന്താർത്ഥം? അവൻ തിരിച്ചു വരുന്ന വഴിയിൽ അല്ലെങ്കിൽ അവൻ്റെ മടക്കയാത്രയിൽ. ഓക്കെ, അവൻ എന്തായാലും അവിടെ പോവല്ലേ, അവൻ എന്തായാലും വാങ്ങും, അവൻ എന്തായാലും അത് വാങ്ങും. ഹി വിൽ ബൈ ദാറ്റ് ഓൺ ഹീസ് വേ ബാക്ക്. എന്താണ്? ഹി വിൽ ബൈ ദാറ്റ് ഓൺ ഹീസ് വേ ബാക്ക്. ഇനി നമ്മൾ നോക്കാം നാലാമത്. എന്താണ്? ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഇൻ ദ കമ്മിങ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ. ഇവിടെ ഡേയ്സിന് പകരം നിങ്ങൾക്ക് എന്ത് ചേർക്കാം? മാസങ്ങൾ ചേർക്കാം, മന്ത്സ് ചേർക്കാം, വീക്സ് ചേർക്കാം, അല്ലെങ്കിൽ വർഷങ്ങൾ ചേർക്കാം. എങ്ങനെ? ഇൻ ദ കമ്മിങ് വീക്സ്, വരുന്ന ആഴ്ചകളിൽ. ഇൻ ദ കമ്മിങ് മന്ത്സ്, വരുന്ന മാസങ്ങളിൽ. ഇൻ ദ കമ്മിങ് ഇയേഴ്സ്, വരുന്ന അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ. ഓക്കെ, വരും വർഷങ്ങളിൽ പറയാം. ഇൻ ദ കമ്മിങ് ഡേയ്സ്, വരും ദിവസങ്ങളിൽ. ഇൻ ദ കമ്മിങ് ഡേയ്സ് ദ പീപ്പിൾ വിൽ റിമെമ്പർ മീ. വരും ദിവസങ്ങളിൽ ആളുകൾ എന്നെ ഓർക്കും, നിങ്ങളെക്കുറിച്ച് ഓർക്കും. അങ്ങനെ ആയി മാറും നമ്മൾ. ഇനി അടുത്താണ് അഞ്ചാമതാണ് ഇൻ എ ഫ്യൂ ഡേയ്സ് ടൈം. ഇൻ എ ഫ്യൂ ഡേയ്സ് ടൈം, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഡേയ്സ് ഇവിടെ അപ്പോസ്ട്രോഫി എസ്, സാധാരണ എസിന് മുന്നിൽ വരാറ് അല്ലേ, ഇതിവിടെ നിന്ന് എസിന് ശേഷം ഉപയോഗിച്ചു. അതിന് കാരണം നമ്മൾ എസിൻ്റെ മുന്നിൽ ചേർക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് BIRD, ബേർഡ്. എന്താണ് ബേർഡ് എന്ന് പറഞ്ഞാൽ? പക്ഷി അല്ലേ. ഇവിടെ ഞാൻ എസിൻ്റെ മുന്നെയാണ് അപ്പോസ്ട്രോഫി ചേർക്കുന്നതെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താ കാണിക്കുന്നതോ? ഒരു പക്ഷിയുടെ, സിംഗുലർ ആണ്. എന്താണ്? ഒരു പക്ഷിയുടെ, ബേർഡ്സ്. അതല്ല ഞാൻ എസിന് ശേഷമാണ് ചേർക്കുന്നതെങ്കിലോ ഇതെന്തായി? പ്ലൂറലായി, പക്ഷികളുടെ എന്നർത്ഥം, പക്ഷികളുടെ. ഓക്കെ, അപ്പൊ സിംഗുലർ ആക്കാൻ എസിന്റെ മുന്നേ ചേർക്കുക, പ്ലൂറൽ ആക്കണമെങ്കിലോ എസിന്റെ ശേഷം ചേർത്താൽ മതി, അപ്പോസ്ട്രോഫി. അപ്പോൾ ഇൻ എ ഫ്യൂ ഡേയ്സ് ടൈം എന്ന് പറഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്ന് പറയാണ്. ഐ വിൽ പർച്ചേസ് എ കാർ, അല്ലെങ്കിൽ ഐ വിൽ ഹാവ് എ കാർ, എൻ്റെ അടുത്തൊരു കാർ ഉണ്ടാകും, അല്ലെങ്കിൽ ഞാനൊരു കാർ പർച്ചേസ് ചെയ്യും. ഇൻ എ ഫ്യൂ ഡേയ്സ് ടൈം, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ. ഇനി അടുത്താണ് ആറാമതാണ് ഇൻ നോ ടൈം. ഇൻ നോ ടൈം, വേഗം അല്ലെങ്കിൽ സമയത്തിനുള്ളിൽ, പെട്ടെന്ന് തന്നെ ഞാനത് ചെയ്യും. ഐ വിൽ ഡു ദാറ്റ് ഇൻ നോ ടൈം, ഞാൻ പെട്ടെന്ന് തന്നെ അത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഐ വിൽ ബി ബാക്ക്. ഐ വിൽ ബി ബാക്ക് ഇൻ നോ ടൈം. ഇൻ നോ ടൈം. ഇനി അടുത്താണ് ഹിയർ ആൻഡ് ദെയർ. ഹിയർ ആൻഡ് ദെയർ, ഇവിടെ അവിടെയും, എവിടെയും അവിടെയും. നമ്മൾ വീട്ടിൽ കുട്ടികൾക്ക് എന്തെങ്കിലും സാധനം കൊടുക്കുകയാണെങ്കിൽ അവർ അവിടെ ഇവിടെ ഒക്കെ ഇടും അല്ലേ. അപ്പോൾ നമ്മൾ പറയും അവിടെ ഇവിടെ ഒക്കെ ഇട്ടല്ലോ. He put that here and there. He put that here and there. അവൻ അവിടെ ഒക്കെ കളഞ്ഞു എന്നർത്ഥം. ഇനി അടുത്താണ് എട്ടാമതാണ് ഓൺ ആൻഡ് ഓഫ്. എന്താണ്?
ഓൺ ആൻഡ് ഓഫ്. ഇത് ഓൺ ആൻഡ് ഓഫ് എന്ന് വായിക്കാം, തിരിച്ചും വായിക്കാം. ഇങ്ങനെ ഓഫ് ആൻഡ് ഓൺ എന്ന് വായിക്കാം. ക്ലിയർ? രണ്ടും എന്ന് പറയാം, രണ്ടും. അർത്ഥം ഒന്നാണ്, ചിലപ്പോൾ അല്ലെങ്കിൽ വല്ലപ്പോഴും. ചിലപ്പോൾ അല്ലെങ്കിൽ വല്ലപ്പോഴും. ഇപ്പൊ നമ്മൾ പറയാണ്, ഞാൻ വല്ലപ്പോഴും അവളോട് സംസാരിക്കാറുണ്ട്. വല്ലപ്പോഴൊക്കെ ഞാൻ അവളോട് സംസാരിക്കാറാണ്, ചിലപ്പോൾ അവളോട് സംസാരിക്കാറുണ്ട്. ഐ ടോക്ക് ടു ഹെർ. ഐ ടോക്ക് ടു ഹെർ അല്ലെങ്കിൽ ഐ സ്പീക്ക് ടു ഹെർ എന്നാണ്. സ്പീക്ക് ടു ഹെർ ഓൺ ആൻഡ് ഓഫ്. ഓൺ ആൻഡ് ഓഫ് അല്ലെങ്കിൽ ഓഫ് ആൻഡ് ഓൺ. ക്ലിയർ? ഇനി അടുത്താണ് ഓൺ ആൻഡ് ഓൺ. ഓൺ ആൻഡ് ഓൺ. ഓൺ ആൻഡ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായി എന്നർത്ഥം. തുടർച്ചയായി. ഓൺ ആൻഡ് ഓൺ, തുടർച്ചയായി. ഷീ ഈസ് സ്പീക്കിംഗ് ഓൺ ആൻഡ് ഓൺ. ഷീ ഈസ് ടോക്കിംഗ് ഓൺ ആൻഡ് ഓൺ. ഷീ ഈസ് ടോക്കിംഗ് ടു മീ ഓൺ ആൻഡ് ഓൺ. അവൾ തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവള്. ഓക്കെ. ഇനി അടുത്താണ് 11th one. 11ാമത്തെ നോക്കാം. ഇവിടെ 11, 12, 13 ഈ മൂന്നും ഒരേ മീനിങ് ആണ്, ചെറിയ വ്യത്യാസങ്ങളുള്ളത്. ഓക്കെ, നോക്കാം ഏതൊക്കെയാണ്. കം വാട്ട് മേ. കം വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും, എന്തൊക്കെ സംഭവിച്ചാലും. കം വാട്ട് മേ. ഇത് ഒരു ചാലഞ്ചിനാണ് കാണിക്കുന്നത്. ചാലഞ്ച്. ചാലഞ്ച് എന്ന ചാലഞ്ച്. ഓക്കെ, ചാലഞ്ചിനാണ് കാണിക്കുന്നത്. എന്ത് വന്നാലും അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും ഒരു വെല്ലുവിളിയാണ്. വെല്ലുവിളി. ഓക്കെ, വെല്ലുവിളി. ചാലഞ്ച്. എന്താണ്? ചാലഞ്ച്. എന്തൊക്കെ സംഭവിച്ചാലും, എന്ത് വന്നാലും ഞാൻ നിന്റെ കയ്യിൽ നിന്ന് 2 വാങ്ങിയേ പോവും. കം വാട്ട് മേ. എന്താണ്? കം വാട്ട് മേ. എന്തൊക്കെ സംഭവിച്ചാലും, എന്ത് വന്നാലും. ഇനി നമ്മുടെ 12ാമതാണ് ബൈ ഓൾ മീൻസ്. ബൈ ഓൾ മീൻസ്. എല്ലാ വിധത്തിലും. എന്താണ്? എല്ലാ വിധത്തിലും. ഞാൻ പറയാണ്, എല്ലാ വിധത്തിലും ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. ഐ ആം ഹിയർ ഫോർ യു. ഐ ആം ഹിയർ ഫോർ യു ബൈ ഓൾ മീൻസ്. ബൈ ഓൾ മീൻസ്. ക്ലിയർ? ഓക്കെ. ഇതെന്താണ്? ഇതൊരു സപ്പോർട്ടാണ്. ഇത് സപ്പോർട്ടാണ്. സപ്പോർട്ട്. ഇതെന്താണ്? ചാലഞ്ച്. കം വാട്ട് മേ. ചലഞ്ച്, വെല്ലുവിളി. ഇതെന്താണ്? സപ്പോർട്ടാണ്. സപ്പോർട്ട്. ഓക്കെ, സപ്പോർട്ട്. ഇനി അടുത്താണ് അറ്റ് എനി കോസ്റ്റ്. അറ്റ് എനി കോസ്റ്റ്. എന്ത് വില കൊടുത്തും. അറ്റ് എനി കോസ്റ്റ്. എന്ത് വില കൊടുത്തും. ഇതെന്താണ്? ഇതൊരു സാക്രിഫൈസ് ആണ്. സാക്രിഫൈസ്. എന്ത് വില കൊടുത്തും ഞാനത് വാങ്ങിയിരിക്കും. എന്ത് വില കൊടുത്തും ഞാനത് വാങ്ങിയിരിക്കും. ഐ വിൽ ബൈ ദാറ്റ് at any cost. I will buy that at any cost. ഇനി അടുത്താണ് sooner or later. എന്താണ്? sooner or later എന്നുവെച്ചാൽ പിന്നെ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ. today or tomorrow. ഇന്നല്ലെങ്കിൽ നാളെ. ഇന്നല്ലെങ്കിൽ നാളെ അവനക്കെല്ലാം മനസ്സിലാവും. sooner or later he will understand everything. sooner or later he will understand everything. Okay. sooner or later. ഇനി അടുത്താണ് ബിലീവ് ഓർ നോട്ട്. ബിലീവ് ഓർ നോട്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ബിലീവ് ഓർ നോട്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനത് ചെയ്യും. ഐ വിൽ ഡു ദാറ്റ്. ഐ വിൽ ഡു ദാറ്റ്. ഓക്കെ, ബിലീവ് ഓർ നോട്ട് ഐ വിൽ ഡു ദാറ്റ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. ഇനി അടുത്താണ് 16ാമത്താണ് എവ്രി നൗ ആൻഡ് ദെൻ. എവ്രി നൗ ആൻഡ് ദെൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ. ഇടയ്ക്കിടെ അവൻ ഇവിടെ വരാറുണ്ട്. ഇടയ്ക്കിടെ അവൻ ഇവിടെ വരാറുണ്ട്. ഹി കംസ് ഹിയർ. ഹി കംസ് ഹിയർ എവ്രി നൗ ആൻഡ് ദെൻ. ഹി കംസ് ഹിയർ എവ്രി നൗ ആൻഡ് ദെൻ. ഇനി അടുത്താണ് 17ാമത്താണ് എവ്രി സിംഗിൾ മൊമെന്റ്. എവ്രി സിംഗിൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും. നിങ്ങൾക്കറിയോ, ഓരോ നിമിഷവും ഞാൻ നിങ്ങളെ ഓർക്കാറുണ്ട്. ഐ റിമെമ്പർ യു എവ്രി സിംഗിൾ മിനിറ്റ്. എവ്രി സിംഗിൾ മിനിറ്റ്. ഇനി അടുത്താണ് 18th one. ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായി അല്ലെങ്കിൽ എപ്പോഴും. നിങ്ങൾക്കറിയോ, അവൾ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും പഠിക്കുക അവൾ. ഷീ സ്റ്റഡീസ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. ഷീ സ്റ്റഡീസ് അല്ലെങ്കിൽ ഹീ സ്റ്റഡീസ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. ഇനി അടുത്താണ് 19th one. ഇൻ ദ ബിഗിനിങ്. ഇൻ ദ ബിഗിനിങ്. ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്നത് തുടക്കത്തിൽ. ഇൻ ദ ബിഗിനിങ്. നമുക്ക് ഇൻ ദ ബിഗിനിങ് എന്ന് പറയാം, ഇവിടെ ഇന്ന് പറയാം, അറ്റ് എന്ന് പറയാം. എന്താ ഡിഫറൻറ്റ്? അറ്റ് ആണെങ്കിൽ ഫിസിക്കലി പറയാണ് ഈ റോഡ്. റോഡ്. ഈ റോഡിൻ്റെ തുടക്കത്തിൽ. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് റോഡ്. ഈ വഴിയുടെ തുടക്കത്തിൽ. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് വേ. പക്ഷെ നമ്മൾ മെൻ്റലി സംസാരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സ്റ്റോറി പറഞ്ഞു കൊടുക്കണം ഒരാൾക്ക്. അപ്പോൾ നിങ്ങൾ പറയാം ഇങ്ങനെ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി അല്ലെങ്കിൽ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ മൂവി. ഓക്കെ,
So in the beginning of, sorry, in the beginning എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ. നിങ്ങൾക്കറിയാം എന്ത് സംഭവിച്ചു സ്റ്റോറിയുടെ തുടക്കത്തിൽ? ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ദിസ് ഹാപ്പൻഡ്. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ദിസ് ഹാപ്പൻഡ്. ഇനി അടുത്താണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇൻ ദ എൻഡിങ്. ഇൻ ദ എൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം. ഇൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ദിസ് ഹാപ്പൻഡ്. സ്റ്റോറിയുടെ അവസാനം ഇത് സംഭവിച്ചു. ഇൻ ദ എൻഡിങ് ഓഫ് ദ മൂവി ദിസ് ഹാപ്പൻഡ് സംഭവിച്ചു. സോ മൈ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സുകൾ എഴുതിയിട്ട് ഒന്ന് വായിക്കണം. ഒരു 4-5 തവണ വായിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മനസ്സിലാകും. കാരണം ഇതൊക്കെ നമ്മുടെ ഫ്ലുവൻസിയെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഫ്ലുവൻസ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഇതിനൊക്കെ ആവശ്യമുണ്ട്. സോ മൈ ഫ്രണ്ട്സ്, പ്ലീസ് ഷെയർ മൈ വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു എവരിവൺ.